ഒരു യുവ ക്ഷീര കർഷകൻ പാല് തലയിൽ കൂടെ ഒഴിച്ച് പ്രതിഷേധിക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോൾ ആ പാല് എന്നും പ്രശ്നമാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ ഒരു മാസം 19 പശുക്കളെ വിൽക്കുന്ന ഒരു കർഷകരാണ്. ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസൂയപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല. ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം, എന്റെ ഒഴിക്കുന്ന പാല് വേറൊരാളുടെ പേരിലോട്ട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ്? ഞാൻ എവിടെ പാല് ഒഴിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കൊള്ളത്തിൽ നിന്ന് ഈ പാല് തലയിൽ കൂടി ഞാൻ ഒഴിക്കുക, തലയിൽ കൂടി ഞാൻ ഒഴിക്കുക. അത്ര വിഷമമുണ്ട് എനിക്ക്. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്, എന്നെ ഒരു പശുവിനെ വളർത്തുന്ന ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഒരു പശുവിനെ വളർത്തുന്നത് എത്രമാത്രം പാടാണെന്ന്. അപ്പോൾ തന്നെ ഒരുപാട് പശുക്കളുള്ള ആൾക്കാരുടെ കാര്യം തന്നെ പറയേണ്ട. വെളുപ്പിന് എണീക്കണം, അത് ക്ലീൻ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, പാല് കറക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 പട്ടാളക്കാരെ കിട്ടിയാലും ഒരു കൃഷിക്കാരനെ കിട്ടാൻ വളരെ പാടുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പക്കാരെല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ശമ്പളം, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് കൂടുതലും ചെറുപ്പക്കാർ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇനി സൊസൈറ്റിക്കാർ പറയുന്ന പോലെ തന്നെ ആ പയ്യൻ കൊണ്ടുവരുന്ന പാല് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആ പയ്യനെ വിളിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന പാല് ഒന്നിച്ചൊഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആര് കൊണ്ടുവരുന്ന പാലാണ് പിരിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. അപ്പോൾ ഈ പാല് ആ പയ്യൻ കൊണ്ടുവരുന്ന പാലിലാണ് മിസ്റ്റേക്കെങ്കിൽ അത് ഉത്തരവാദിത്തോടെ ആ പയ്യനെ കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം ഒരു കർഷകനെ നമ്മൾ മൊത്തത്തിൽ അങ്ങ് നിരാശപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ ഈ ഫീൽഡിൽ തന്നെ നിന്ന് വളരെയധികം കഷ്ടപ്പെടുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ വളരെ വേദനയുള്ള കാര്യമാണ്. കാരണം അവർ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടായിരിക്കും അത്രയും പാലെടുത്തുകൊണ്ട് വരുന്നത്. അത് അവർ എടുക്കാതെ വന്ന ആ പാല് തലയിൽ കൂടെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ധാർഷ്ട്യങ്ങൾ മൂലം മറ്റൊരാളുടെ അപമാനിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ നമ്മളെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. കാരണം ഈ ചെറുപ്പക്കാർ വളർന്നു വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ വികസനങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാർഷിക മേഖലകളൊക്കെ വളർന്നു വരൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ.